ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒരു ചുരിദാർ മോഡൽ നൈറ്റി 3/4 കൈയുള്ള ഒരു ചുരിദാർ മോഡൽ നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത്. അതിങ്ങനെ ഇത് കണ്ടോ, ഈ പീസ് കണ്ടോ, കഴുത്തെല്ലാം ചുരിദാറിൻ്റെ പോലത്തെ കഴുത്താണ്. അപ്പോൾ അതുകൊണ്ട് അത് ചുരിദാറിൻ്റെ മോഡലിൽ തന്നെ തയ്ക്കണം. ഇതുപോലെ 4ആയിട്ട് തുണി മടക്കിയിട്ട് ഇങ്ങനെ താഴ്വശം ഒരുമിച്ച് പിടിക്കണം. ഇങ്ങനെ 4 പാർട്ടും ഒരുമിച്ച് പിടിച്ചിട്ട് സ്ട്രെയിറ്റ് നമ്മൾ മടക്കിയെടുക്കണം. ഇങ്ങനെ 4ആയിട്ട് വിരിച്ചിട്ടിട്ട് വേണം ഇത് വെട്ടാനുള്ളത്. 2 പാർട്ടും കണ്ടോ, ബാക്കും ഫ്രണ്ടും. ആദ്യം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കണം. ലെങ്ത്ത് ഓരോരുത്തർക്ക് എത്രയാണോ വേണ്ടിയത് അതനുസരിച്ച് എടുക്കാം. ഇത് 50 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടിയത്. അപ്പം നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി 51 ഇഞ്ച് ലെങ്ത്തിൽ വെട്ടിയെടുക്കും. ബാക്കി ഭാഗം ഇത് താഴെ ഉള്ള ഭാഗം നമ്മൾ വെട്ടി മാറ്റും. കാരണം നമുക്ക് കൈക്ക് വേണ്ടിയിട്ട് അത് വെട്ടി മാറ്റണം. ഇതിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം. ഇനി ഇതിൻ്റെ ഷോൾഡർ അളന്നെടുക്കുകയാണ്. ഷോൾഡർ 7 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതുപോലെ ആം ഹോൾ 7 ഇഞ്ചാണ്. ഇതൊക്കെ ഒരു യൂണിക്കായിട്ടുള്ള അളവുകളാണ്. അതുകൊണ്ടാണിത് ഞാൻ പ്രത്യേകം പറയുന്നത്. ഏത് നൈറ്റി തയ്ച്ചാലും ഇത് തന്നെയാണ് അളവ്. അതുപോലെ 7 ഇഞ്ചാണ് ഷേപ്പ് എടുക്കുന്നത്. അവിടെ നിന്ന് താഴോട്ടുള്ള സ്ലിറ്റ് നമ്മൾ എടുക്കൂലേ, ആ ഭാഗത്തുള്ള ഷേപ്പും 7 ഇഞ്ചാണ്. ഇതിന് സ്ലിറ്റ് എടുക്കാനില്ല, പക്ഷേ അവിടെ ഒരു ഷേപ്പ് വേണം നമുക്ക് വെട്ടിയെടുക്കാൻ. ഇനി വണ്ണം ഇത് 42 ഇഞ്ച് വണ്ണമാണ് വേണ്ടിയത്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ 48 ഇഞ്ച് വണ്ണമായിട്ട് വെട്ടും. അതായത് 12 ഇഞ്ച് ഒരു സൈഡിൽ. അങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കണം. ഷേപ്പിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ച് 11 ഇഞ്ച് ആക്കും. ആ സ്ലിറ്റിൻ്റെ ഭാഗത്തെ ഷേപ്പ് 14 ഇഞ്ച്. അങ്ങനെയാണ് നമ്മൾ ചുരിദാർ നൈറ്റിക്ക് വെട്ടുന്നത്. അതുപോലെ ആം ഹോൾ 1.5 ഇഞ്ചാണ്. നൈറ്റിക്ക് ഇതുപോലെ കറക്റ്റ് ഷേപ്പിന് വെട്ടണം. 14 എന്നുള്ളത് 13 ആയാലും കുഴപ്പമില്ല, 13.5 ആയാലും കുഴപ്പമില്ല. പക്ഷെ വെട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പിന് വെട്ടണം. ഇല്ലെങ്കിൽ ചുരിദാർ സൈഡിൽ ഒരുമാതിരി ഇങ്ങനെ തൂങ്ങി കിടക്കും പോലെയൊക്കെ കിടക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെട്ടുമ്പോൾ ചുരിദാറിൻ്റെ മോഡലിൽ തന്നെ നല്ല ഷേപ്പിൽ അങ്ങനെ വെട്ടണം. കണ്ടോ, ഇനി താഴെ അറ്റം വരെ ആ ഷേപ്പിൽ തന്നെ വെട്ടണം. അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സൈഡ് ഒരു വൃത്തിയില്ലാതെ കിടക്കും. ചുരിദാറിൻ്റെ അല്ല, നൈറ്റിയുടെ. ഇനി നമുക്ക് കൈ വെട്ടാം. നമുക്ക് 3/4 കൈയാണ് ഇതിന് വേണ്ടിയത്. 14 ഇഞ്ച് ലെങ്ത്തുള്ള കൈയാണ് വേണ്ടിയത്. അപ്പം നമുക്ക് തുണി നൈറ്റി പീസൊക്കെ കുറച്ചേ കാണുള്ളൂ. ഒരു 2 മീറ്റർ 90 സെൻറ്റിമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. 3 മീറ്റർ പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് മാക്സിമം ഈ സൈഡിൽ നിന്ന് മാക്സിമം നമ്മൾ കൈ ഇറക്കം എടുക്കണം. പിന്നെ നൈറ്റിയുടെ ഇതായതുകൊണ്ട് കയ്യിൽ പീസ് വെച്ച് തയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ചെറിയ കൈ മതി എന്നുള്ളവർക്ക് ഇത് മതി. പക്ഷേ എല്ലാവർക്കും അത് പോരാ. ചിലർക്ക് 3/4 വേണം, ചിലർക്ക് മുട്ടിൻ്റെ അതുവരെ വേണം, ചിലർക്ക് ഈ ഇറക്കത്തിനുള്ള കൈ മതിയാവും. എങ്കിൽ ആ ഒറ്റ പീസ് മതി. പക്ഷേ ഇത് 14 ഇഞ്ച് 3/4 വേണം. അപ്പം നമുക്ക് ഈ ബാക്കി ഭാഗത്തുനിന്നും കൂടെ മാക്സിമം ഉള്ള കണക്ക് എത്രയാണോ ഉള്ള കണക്ക് അത് വെട്ടിയെടുക്കണം. ഇതിൻ്റെ അളവൊന്നും കാണിക്കാത്തത് മാക്സിമം വെട്ടിയെടുക്കണം. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ താഴെ ഇതുപോലെ വെച്ച് വയ്ക്കണം. പിന്നെ നമ്മൾ അടിഭാഗത്തുനിന്ന് കുറച്ച് വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത്ര വെട്ടി മാറ്റിയിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് വെച്ച് വേണം ഇതിൽ 3/4 കൈ ആക്കാനുള്ളത്. നമ്മൾ ചുരിദാറിൻ്റെ പോലെ തന്നെ ക്യാൻവാസിൽ വെട്ടിയാണ് കഴുത്തെടുക്കുന്നത്. ചിലർ വേറെ തുണിയിൽ വെട്ടി മടക്കി ഒക്കെ കഴുത്ത് തയ്ക്കും. പക്ഷേ ഞാൻ തയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമുണ്ട്. ക്യാൻവാസിൽ തന്നെ മടക്കാം. 3 ഇഞ്ചാണ് കഴുത്ത് അകലം വയ്ക്കുന്നത്. 6 ഇഞ്ച് കഴുത്തിറക്കാം. ചിലർക്ക് 6 ഇഞ്ച് വേണ്ട, 5.5 മതിയെങ്കിൽ അത്ര മതി. നോർമലായിട്ട് 6 ഇഞ്ചാണ് കഴുത്തിറക്കം വയ്ക്കാനുള്ളത്.
കാരണം ഈ തയ്ച്ച് വരുമ്പോൾ 5:30 5:45 വരുള്ളൂ. 6 ഇഞ്ച് വെച്ചില്ലെങ്കിൽ നമ്മൾ നൈറ്റി ഇട്ടുകൊണ്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ കഴുത്ത് കയറി പോവും. അതുകൊണ്ട് 6 ഇഞ്ച് തന്നെ കഴുത്ത് ഇറക്കണം. നമ്മൾ അത് ഒട്ടിച്ചൊക്കെ വെച്ച് ഇനി തയ്ക്കാം. ഇതാകുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് കഴുത്ത് തയ്ക്കാൻ. പിന്നെ ഇത് ഓൾറെഡി കഴുത്ത് അതിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ക്യാൻവാസിൽ തയ്ച്ച് വയ്ക്കാൻ എളുപ്പമുണ്ട്. നൈറ്റിയുടെ കഴുത്ത് ഏത് മോഡൽ വേണമെങ്കിലും തയ്ക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ വെട്ടുന്നതും നമ്മൾ തയ്ക്കുന്നതും തന്നെ മോഡൽ. നമ്മുടെ കത്രിക എങ്ങോട്ട് പോകുന്നോ അത് നൈറ്റിയുടെ മോഡൽ തന്നെയാണ് കഴുത്തിൻ്റെ. എങ്ങനെ വേണമെങ്കിലും ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് നൈറ്റിയുടെ കഴുത്ത് തയ്ക്കാം. പിന്നെ വേറെ തുണിയിട്ട് തയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും തയ്ക്കാം. പിന്നെ കോമ്പിനേഷൻ തുണികൾ തന്നെ ഉണ്ട്, അതൊക്കെ വെച്ച് തയ്ക്കാം. ഇത് വേറൊരു വെറൈറ്റി തുണിയാണ്. ഇത് ഞാൻ എൻ്റെ ഷോപ്പിൽ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ എടുത്ത് വയ്ക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഉള്ള തുണികൾ നോക്കി എടുത്ത് വയ്ക്കും. ഇതൊന്നും കടകളിൽ ചെന്നാൽ അധികം അങ്ങനെ വാങ്ങാൻ കിട്ടൂല ഇങ്ങനെയുള്ളതൊന്നും. അങ്ങനത്തതാണ് ഞാൻ എടുത്ത്. ഇതൊരു ശരിക്കത് കോട്ടൺ മാത്രമല്ല, നമ്മുടെ ചുരിദാറിൻ്റെ ബിറ്റ് പോലെയുള്ള ഷിഫോൺ ചേർന്ന് വരുന്ന ഒരു തുണിയാണ്. കഴുകാനും ഇട്ടുകൊണ്ട് നിൽക്കാനും ഒക്കെ നല്ല സുഖമുള്ളൊരു തുണിയാണത്. നല്ല എളുപ്പമുണ്ട് ഇത് തയ്ക്കാനായിട്ട്. അതിൽ ഓൾറെഡി കഴുത്തുള്ളത് കൊണ്ട് പിന്നെ തയ്ക്കാൻ എളുപ്പമുണ്ട് നമുക്ക്. ഇത് മറിച്ചിട്ട് നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ കഴുത്ത് തയ്ക്കും പോലെ തയ്ച്ചാൽ മതി. പിന്നെ ചിലർക്ക് ഫ്രണ്ട് സിബ് വെച്ച് തയ്ക്കേണ്ട ആവശ്യമുണ്ട്. ചിലർ പറയും ഫ്രണ്ട് സിബ് വെച്ച് തയ്ക്കണമെന്ന്. അപ്പോൾ നമ്മൾ ആ സെൻറ്ററിൽ കട്ട് ചെയ്ത് സിബ് വെച്ച് തയ്ക്കണം. പക്ഷേ ഇത് ഇങ്ങനത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട്, ഇത് കഴുത്തിങ്ങനെ ഉള്ളതുകൊണ്ട് ഇതിന് സിബ് നമ്മൾ ഒഴിവാക്കുകയാണ്. ഇനി വേറെ തയ്ച്ച് കാണിക്കുമ്പോൾ ഞാൻ സിബ് വെച്ച് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈസി ആയിട്ട് സിബ് വയ്ക്കാം. കഴുത്ത് തയ്ച്ചത് ഫ്രണ്ട് തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ബാക്ക് എടുക്കാം. ബാക്ക് നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല, ഇനി വെട്ടിയാൽ മതി. മൂന്ന് ഇഞ്ച് വിട്ടാണ് നമ്മൾ കഴുത്തകലം എടുത്തേക്കുന്നത്. ചിലർക്ക് കുറച്ചും കൂടെ കഴുത്തകലം വേണമെന്ന് പറയും, 3.5 വേണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 3.5 എടുത്ത് കൊടുക്കുക. നോർമലി 3 മതി. പിന്നെ അതുപോലെ 3.5 ഇഞ്ച് കഴുത്ത ഇറക്കമാണ് വയ്ക്കുന്നത്. 3.5യോ 4 5 കസ്റ്റമറുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കഴുത്തിറക്കം വയ്ക്കാം. ബാക്ക് കഴുത്ത് തീരെ കുറഞ്ഞു പോയാൽ നൈറ്റി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് കഴുത്ത് കയറി പോവും. അതുകൊണ്ടാണ് ഫ്രണ്ട് നമ്മൾ ഉറപ്പായിട്ടും 6 ഇഞ്ച് തന്നെ എടുക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ക്രോസ് തുണി എടുത്ത് കഴുത്ത് തയ്ക്കാൻ പോവുകയാണ്. ഇതൊക്കെ നമ്മൾ ചുരിദാറിൻ്റെ തയ്ക്കും പോലെ അങ്ങ് തയ്ച്ചാൽ മതി. ചിലർ ചുരിദാറിന് ഇതുപോലെ ബാക്ക് വലിയ വീതിക്ക് പട്ടയൊക്കെ അടിക്കും. ചിലർ ഇതുപോലെ തന്നെ തയ്ക്കും. എന്നിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് അടിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ മടക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ പുറത്തുകൂടെ തയ്ക്കണം. ഇത് ഫ്രണ്ടും ബാക്കും കൂടെ വെച്ച് ക്ലോസ് ചെയ്ത്
ഷോൾഡർ അടിക്കാനുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തയ്ക്കുന്നത്. ഇനി ഇത് ബാക്കിൻ്റെ നല്ല വശവും ഫ്രണ്ടിൻ്റെ അഴുക്ക വശവും തമ്മിൽ ഇങ്ങനെ ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് അത് ഇങ്ങോട്ട് ആക്കി അടിക്കുക ആ കഴുത്തിൻ്റെ ഭാഗം. അപ്പോൾ അത് ക്ലോസ് ചെയ്തടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കഴുത്ത് ക്ലോസ് ചെയ്തടിക്കുന്നത്. നമ്മൾ ആ ബാക്കിൽ കഴുത്ത് തയ്ച്ച ഭാഗം ഫ്രണ്ടിൻ്റെ നെക്കിലോട്ട് മടക്കി തയ്ക്കും. ഇനി അത് നിവർത്തിയിട്ടിട്ട് കഴുത്ത് ഒന്നും കൂടെ തയ്ക്കും. കണ്ടോ, ബാക്ക് കഴുത്ത്. നമ്മൾ കഴുത്ത് തയ്ച്ച് കഴിഞ്ഞ് ഇനി ഈ ഷോൾഡറിൻ്റെ ഫ്രണ്ടോ ബാക്കോ ഒക്കെ ചിലപ്പം കുറച്ച് കൂടിയേ കിടക്കും. അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. കണ്ടോ, ഇതിൻ്റെ ഫ്രണ്ട് ഷോൾഡർ കുറച്ച്, അതുകൊണ്ടാണ് നമ്മൾ 7 ഇഞ്ച് ഷോൾഡർ ആദ്യമേ എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഒഴിവാക്കേണ്ടി വരും. എന്നിട്ട് 2 ഷോൾഡറും കൂടെ നമ്മൾ ഒരുമിച്ച് പിടിച്ച് നോക്കണം ഏതെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ. ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് രണ്ടും ഒരേ ലെവലാക്കണം. അല്ലെങ്കിൽ ഒരു ഷോൾഡർ ചെറുതും ഒന്ന് വലുതുമായി പോവും. ഇനി നമുക്ക് കൈ നമ്മൾ വെട്ടി വെച്ചേക്കാണ്. അതെ, ഇങ്ങനെ ഈ 2 പീസ് ചേർത്ത് വെച്ച് കൈ നമുക്ക് ജോയിൻ ചെയ്ത് അടിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം നൈറ്റി ആയതുകൊണ്ട് അതൊരു വിഷയമല്ല. പക്ഷേ കസ്റ്റമർക്ക് 3/4 കൈ തന്നെ വേണം. അതുകൊണ്ട് അവർക്ക് അത്, കാരണം നൈറ്റി പീസൊക്കെ എപ്പോഴും 290 വരാറുള്ളൂ. പിന്നെ 3.5 വരുന്ന നൈറ്റി പീസും ഉണ്ട്. അതിലാണെങ്കിൽ ഇങ്ങനെ ചേർത്തൊന്നും വെക്കേണ്ട, ഒറ്റ പീസിൽ തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ കൂടുതലും നൈറ്റി പീസ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ ചേർത്ത് അടിച്ചൊക്കെയാണ് വലിയ കൈ ആക്കുന്നത്. അത് റെഡിമെയ്ഡ് വാങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ്. വലിയ കൈയുള്ളതൊക്കെ ഇതുപോലെ ചേർത്തടിച്ചൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ തയ്ച്ച് കൊടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സ്റ്റിച്ചൊക്കെ ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് തയ്ച്ച് കൊടുക്കുന്നത്. റെഡിമെയ്ഡ് വരുമ്പോൾ പിന്നെ അത് തയ്യക്കടയിൽ കൊണ്ടുപോയി പിന്നെ ഒന്നുകൂടെ തയ്യൽ അടിക്കേണ്ടി വരും. കാരണം റെഡിമെയ്ഡ് എപ്പോഴും വലിയ കാണിയിട്ട് ഒറ്റ അടിയായിരിക്കും. അത് ഇട്ടുകൊണ്ട് എന്തായാലും നടക്കാൻ പറ്റില്ല. അപ്പോൾ തയ്യക്കടയിൽ കൊണ്ടുവന്ന് ഇപ്പം 300, 350, 400 രൂപയെ കൊടുത്ത് നൈറ്റി മേടിച്ചിട്ട് പിന്നെയും 50, 100 കൊടുത്ത് തയ്പ്പിക്കേണ്ടി വരും. അപ്പം നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ സ്ട്രോങ് ആയിട്ട് തയ്ച്ചു കൊടുക്കുക. ഇത് 3 പീസും വെച്ച് നമ്മൾ തയ്ച്ച് ഇപ്പോൾ അത്യാവശ്യം ഇറക്കമായി. ഇനി നമ്മൾ ഇതിൻ്റെ ബോട്ടം ഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഇപ്പോൾ 4.5 ഉണ്ട്. ഇനി കുറച്ച് മടക്കിയും കൂടെ അടിക്കണം. ഇനി ഇതുപോലെ ഒരു പാർട്ടും കൂടെ ഉണ്ട്. ഇനിയും നീളം വേണമെങ്കിലും അത്രയും കൂടെ ഒരു 4 ഇഞ്ച് നീളം കൂട്ടാനുള്ള തുണിയും കൂടെ ഇനിയും ഉണ്ട്. നമ്മൾ അടിഭാഗം കട്ട് ചെയ്ത് വെച്ചത് ഇരിപ്പുണ്ട്. പക്ഷെ ഇത്ര മതി, അതുകൊണ്ട് ഇത് നിർത്തി. അല്ലെങ്കിൽ ഇനി ഒരു പാർട്ടും കൂടെ വേണമെങ്കിൽ ഇതുപോലെ വെച്ച് തയ്ക്കാം. ഇപ്പം 4 ഇഞ്ച് നമ്മൾ ഈ പിന്നെ ഇറക്കം കൂടി, അതായത് 56 ഇഞ്ച് ഇറക്കമൊക്കെ ഉള്ളവർക്ക് ഈ 3/4 ഈ തുണിയിൽ തയ്ക്കാൻ പാടാണ് കേട്ടോ. ഇത് 50 ഇഞ്ച് ഇറക്കം മതിയെന്നുള്ളതുകൊണ്ടാണ് അതൊന്ന് അടിഭാഗത്തുനിന്ന് കട്ട് ചെയ്തൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റി മാറ്റി ഈ കയ്യിൽ വെച്ച് തയ്ക്കാൻ പറ്റുന്നത്.
ചിലർക്ക് 56 ഇഞ്ച് ഇറക്കം തന്നെ വേണമെങ്കിൽ, പക്ഷെ കൈ പിന്നെ വേറെ തുണി വെച്ചടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള തുണി ഉണ്ട്, 3.5 മീറ്റർ 3.25 മീറ്ററിലൊക്കെ വരുന്ന തുണി ഉണ്ട്. അല്ലെങ്കിൽ അതെടുത്ത് അടിച്ചു കൊടുക്കുക. കൈ തച്ചത് കഴിഞ്ഞ് ഇനി നമുക്കിത് ജോയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാം. പിന്നീടാണ് നമ്മൾ അളന്ന് എത്രയാണ് വണ്ണം കൈവണ്ണം ഒക്കെ അളന്ന് നോക്കിയിട്ട് ജോയിൻ ചെയ്യാനുള്ളത്. പിന്നെ ഇത് നൈറ്റി ആയതുകൊണ്ട് അല്പം ലൂസ് ഇട്ട് ജോയിൻ ചെയ്താൽ മതി, ഒരുപാട് ടൈറ്റ് ആക്കണ്ട. ഇനി ടൈറ്റിൽ തന്നെ വേണമെന്ന് കസ്റ്റമർക്കുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് അതിൻ്റെ ബോട്ടം അടിക്കാം. അത് ചെറിയ വീതിക്ക് നൈറ്റിയുടെ ബോട്ടം അടിക്കുന്നതാണ് നല്ലത് കേട്ടോ. ചെറിയ വീതിക്ക് അടിച്ചാൽ മതി. ഇതുപോലെ നമ്മൾ നൈറ്റി തയ്ച്ച് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നൈറ്റി തയ്ക്കാം. നല്ല ഷേപ്പിലും തയ്ച്ചിടാം. അപ്പോൾ ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കയറി വീഡിയോസ് എല്ലാം കാണുക. ഓക്കെ.